പിണറായിക്ക് പ്രത്യേക ഇളവുണ്ട് എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസം കണ്ടു. പിണറായി മൂന്നാം ടൈമും LDF സർക്കാരാണ് എന്നുള്ള രീതിയിലാണ് പാർട്ടി ഇപ്പോൾ വിലയിരുത്തുന്നത്. അപ്പോൾ മൂന്നാമത്തെ സർക്കാർ ഇടതുപക്ഷം ഉണ്ടാക്കുമ്പോൾ LDF ഉണ്ടാക്കുമ്പോൾ പിണറായി ആയിരിക്കുമോ മുഖ്യമന്ത്രി എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായിട്ടും ഏതായാലും അതല്ലാതൊരു ഓപ്ഷൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ പാർട്ടിക്കില്ല. അങ്ങനെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ അങ്ങനെ അവസ്ഥ വരുമോ? മൂന്നാം ടൈം എന്തായാലും CPM LDF തന്നെ വരും. ആ കാര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെന്ന്. ഈവൻ UDF-കാർക്ക് പോലും മുഖ്യമന്ത്രി കുപ്പായം തുന്നിവെച്ച UDF-കാർക്ക് പോലും ആ കാര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്നാലും ഈ പറഞ്ഞ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ഈ അന്തരീക്ഷത്തിൽ കാണുന്നുണ്ടെങ്കിലും നമുക്ക് കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ ഇടകാല തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതും LDF-ന് അനുകൂലമായിട്ടാണ്. ഉപതെരഞ്ഞെടുപ്പ് അതിന്റെ ഫലവും വന്നത് അനുകൂലമായിട്ടാണ്. അങ്ങനെ നോക്കി കഴിയുമ്പോൾ എന്തായാലും ഇവിടെ LDF-ന് തന്നെ ഇനിയൊരു LDF മാറാൻ ഒരു സാധ്യതയും ഞാനിപ്പോൾ കാണുന്നില്ല. ഈ ധനരാജ് പണ്ട് ആം ആദ്മി പാർട്ടി ഡൽഹി ഭരിക്കുന്നു പറഞ്ഞ ആളാണ്. അതുപോലെയാണോ എന്നുള്ളത് ഒരു തമാശക്കാണ്. പക്ഷേ സാധ്യതകളുണ്ട്. ഈ പറയുന്ന പോലെ കോൺഗ്രസിൻ്റെ അകത്തുള്ള പടലപ്പിണക്കങ്ങളും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ ആളുകൾക്ക് LDF-ൻ്റെ വോട്ടെന്ന് വെച്ചാൽ ഒരു പിന്നെ കുറച്ചൊക്കെ പോവുകയാണെങ്കിൽ BJP-യിലേക്കേ പോവുള്ളൂ, കോൺഗ്രസിലേക്ക് പോകുന്നില്ല. അല്ല, കോൺഗ്രസിന്റെ വോട്ട് ഇപ്രാവശ്യം കൂടുതലും BJP-യിലോട്ട് പോകാൻ നല്ല സാധ്യതകൾ കാണുന്നുണ്ട്. സ്ഥിരമായിട്ട് കോൺഗ്രസിന് ക്രിസ്ത്യാനികളുടെ വോട്ടുകളൊക്കെ കോൺഗ്രസിന് കിട്ടിക്കൊണ്ടിരുന്ന ക്രിസ്ത്യാനികളുടെ വോട്ട് BJP-യിലോട്ട് പോകുമ്പോൾ അത് CPM-നായിരിക്കും ഗുണം ചെയ്യുന്നത്. അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ നമ്മൾ കേൾക്കുന്ന ക്രിസംഗി അല്ലെങ്കിൽ PC ജോർജിന്റെ ഇനിയിപ്പോൾ ക്രിസ്ത്യാനികളുടെ മറ്റേ മുനമ്പം ഇഷ്യൂ, ഇതൊക്കെ ഈ വിഷയങ്ങളൊക്കെ ക്രിസ്ത്യൻ വോട്ടുകളെ BJP-യിലോട്ട് അട്രാക്ട് ചെയ്യുന്നു. ഈ 24-ാം പാർട്ടി കോൺഗ്രസ്സിൽ പിണറായി ആണോ എന്നുള്ളത് നയരേഖയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു നയരേഖ വന്നിട്ടുണ്ട്, അതെല്ലാം അംഗീകരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ 75 വയസ്സാണ് പാർട്ടിയുടെ പ്രായപരിധി. പക്ഷേ പിണറായി വിജയൻ ആ പരിധികളൊക്കെ ലംഘിച്ചുകൊണ്ട് മുന്നേറുകയാണ്. കേരളത്തിലല്ല, ഇപ്പൊ ഇന്ത്യയിൽ തന്നെ CPM എന്ന് പറയുന്നത് പിണറായി എന്നുള്ള ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. പിണറായി വിജയന്റെ വാക്ക് തന്നെയാണ്. അതിന്റെ താഴെ നിൽക്കുള്ളൂ ഇപ്പോൾ പാർട്ടി സെക്രട്ടറി പോലും എനിക്ക് തോന്നുന്നുണ്ട്. ഈ ഇളവ് കൊടുക്കുന്നത് സംബന്ധിച്ചുള്ള വാർത്തകൾ വന്നു. കേരളത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല, ഇളവ് കൊടുക്കാമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇവിടുത്തെ പാർട്ടി സെക്രട്ടറി തന്നെ പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നയരേഖ എല്ലാം ഈ പാർട്ടി കോൺഗ്രസ് വരെയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പോൾ പ്രകാശ് കാരാട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെയും കൂട്ടിയിട്ട് വലിയ നേതാക്കളെല്ലാവരും ഇങ്ങനെയും കൂട്ടിയിട്ട് ഇങ്ങനെ ഒരു ധാരണയിലേക്ക് എത്തി അടുത്ത ഇലക്ഷനിൽ പിണറായി തന്നെ നയിക്കട്ടെ, പിണറായിയിലൂടെ മൂന്നാം സർക്കാർ. ഇപ്പോൾ ആദ്യം വന്നത് LDF വരും, എല്ലാം ശരിയാവും. രണ്ടാമത് ഉറപ്പാണ് LDF. അടുത്ത എന്ത് ശരിയാക്കലാണ് എന്നുള്ള അറിയില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കണല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കുള്ള പാർട്ടിയുടെ ബാക്കിയുള്ള തെരഞ്ഞെടുപ്പിലേക്കുള്ള പോക്ക് ഈ പാർട്ടി കോൺഗ്രസിന് ശേഷമായിരിക്കും. ഈ സംസ്ഥാനത്ത് എന്തെങ്കിലും നടക്കണം എന്നുണ്ടെങ്കിൽ അത് LDF ഭരിക്കുമ്പോഴേ നടക്കുള്ളൂ. അത് കാരണം LDF പ്രതിപക്ഷത്താണെങ്കിൽ ഈ ഒരു കാര്യവും നടക്കില്ല. അതൊരു സത്യമാണ്. ഇപ്പം നമുക്കറിയാം, മറ്റേ സീപ്ലെയിൻ ഏറ്റവും ചെറിയ ഉദാഹരണം, സീപ്ലെയിൻ അത് ഈ സംസ്ഥാനത്ത് നടക്കണമെന്നുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു, കോടികൾ മുടക്കിയിട്ടുണ്ട് അതിന്. അത് പക്ഷേ നടന്നില്ല. വിദേശ സർവകലാശാലകൾ കൊണ്ടുവരാൻ നോക്കി. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ശ്രീനിവാസൻ സാറിന് അടി കിട്ടി, അത്രയേ ഉണ്ടായുള്ളൂ. അതിപ്പം നടക്കുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും എന്തെങ്കിലും ഒക്കെ ഈ നാട്ടിൽ നടക്കണം എന്നുണ്ടെങ്കിൽ എന്തിന് വയൽക്കിളികളുടെ പേരിൽ സമരം ചെയ്തതിൻ്റെ പിന്നിൽ CPM നേതാക്കളായിരുന്നല്ലോ. ഇപ്പം അതൊന്നും ഇല്ലാതെ ഈ ആറുവരി പാത ഇവിടെ സുഖമായിട്ട് പോകുന്നുണ്ടല്ലോ. അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇവിടെ എന്തെങ്കിലുമൊക്കെ മാറ്റം വരണമെന്നുണ്ടെങ്കിൽ CPM ഭരണപക്ഷത്തിൽ ഇരുന്നേ പറ്റുള്ളൂ. അതല്ലെങ്കിൽ അവർ പ്രതിപക്ഷത്താണെങ്കിൽ ഇതൊന്നും നടക്കാൻ പോകില്ല. കോൺഗ്രസ്സുകാരെ ഒന്നും കൊണ്ട് ചെയ്യിക്കാനും പോകുന്നില്ല. അതിപ്പോൾ ഏറ്റവും നല്ലത് ഈ സംസ്ഥാനത്തിന് എന്തെങ്കിലും നേട്ടം ഉണ്ടാവണം. അതിൻ്റെ ഈ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒക്കെ ഇത് മാറി. ഇപ്പം എന്താ പറയുക, ഇൻവെസ്റ്റേഴ്സ് സൗഹൃദ സംസ്ഥാനം എന്ന് പറയുന്ന അവസ്ഥയൊക്കെ കേരളത്തിന്റെ വളരെ മുന്നിലോട്ട് എത്തി എന്ന് പറയുന്നത്. അതെ അതെ അതെ. അപ്പം ഇവിടെ LDF ഭരിക്കുകയാണ്, മൂന്നാം തവണയും LDF വേണം എന്നുള്ളൊരു കാര്യം ജനങ്ങൾക്ക് തന്നെ ബോധ്യമുണ്ട്. ഇപ്പോഴത്തെ അവരുടെ നയം മാറുന്നത് നവകേരളത്തിന്റെ പുതുവഴി എന്ന രേഖ അത് അവതരിപ്പിക്കുന്നത് പുതുവഴി എന്ന് പറയുന്നത് അവരുടെ തിരുത്തൽ നയങ്ങളാണ്. ഇപ്പൊ എല്ലാം തിരുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷെ ആ രേഖ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രതിപക്ഷത്ത് പോയാൽ ആ തിരുത്തിയതൊക്കെ പിന്നെ മാറും ചിലപ്പോൾ. അതെ അതെ. അപ്പോൾ
വേറെ ഭൗതികവാദങ്ങളൊക്കെ മാറും. ഭൗതികവാദങ്ങളുടെ വേറെ ശ്രേണികളിലേക്ക് പോകും പാർട്ടി. പ്രതിപക്ഷത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന സോഷ്യലിസ്റ്റ് ജനാധിപത്യം ഒക്കെ വരും ചിലപ്പോൾ. ഇപ്പോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. തെരഞ്ഞെടുപ്പ് മത്സരിക്കും നിഷേധിച്ചിട്ടില്ല പിണറായി. മത്സരിക്കുമോ ഇല്ലയോ അല്ലെങ്കിൽ മത്സരിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഒരു ചാനലുമായിട്ടുള്ള ബന്ധപ്പെട്ട ഇന്റർവ്യൂവിൽ എന്ന് പറയുന്നതായിട്ട് കേൾക്കുന്നു. അപ്പോൾ എന്തായാലും പിണറായിയിലൂടെ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, നമ്മൾ കാണുന്നതാണ്. നമ്മുടെ ഇവിടുന്ന് പോയി മയോ ക്ലിനിക്കിലൊക്കെ പോകുന്നതെല്ലാം നമ്മൾ കാണുന്നതാണ്. അപ്പോൾ എത്രത്തോളം അദ്ദേഹത്തിൻ്റെ ആരോഗ്യകരമായിട്ടുള്ള, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ PC-നെ കുറിച്ച് പറഞ്ഞതുപോലെ ഇവരൊക്കെ ഒരു ഹെവി വെയിറ്റ് താരങ്ങളാണ്, പക്ഷെ അവരുടെ ആരോഗ്യവും ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ അത് എത്രത്തോളം എന്നുള്ളതാണ്. പക്ഷേ ഈ പിണറായി മാറി നിൽക്കുന്നൊരു LDF എന്ന് പറയുന്നത് മിക്കവാറും ഇപ്പോഴത്തെ കോൺഗ്രസ് പോലെ ഒരവസ്ഥയിലെത്തും. കുറേ പേര് കുപ്പായം തയ്പ്പിച്ചിട്ടുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് മരുമോൻ നെപ്പോട്ടിസം വരും, ഇങ്ങനെ പല കാര്യങ്ങളും, കുറേ വിവാദങ്ങൾ അദ്ദേഹത്തെ തേടി വരും. അതെ, അപ്പൊ അദ്ദേഹം തന്നെ നിൽക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യതകൾ കാണുന്നില്ല. എന്തായാലും 3-ാം തവണ പിണറായി ആണെങ്കിലും അത് ഒരിക്കലും മൂന്ന് തവണ കംപ്ലീറ്റ് ചെയ്യുന്നറിയില്ല. അതിന് മുമ്പായിട്ട് ആ സ്ഥാനം വേറെ ആർക്കെങ്കിലും ഇതിന്റെ പകുതി വെച്ച് പോരാനുള്ള സാധ്യത അല്ല ഇപ്പൊ അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ ആരോഗ്യസ്ഥിതി. പക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വരുമ്പോൾ അദ്ദേഹം തന്നെയായിരിക്കും മുന്നിൽ നിൽക്കുക. എന്തായാലും ആം ആദ്മി പാർട്ടി അധികാരത്തിലേറും എന്ന് പറഞ്ഞ ആള്, പക്ഷെ അത് അന്നത്തെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ആ ഫ്രീ ബീസ് ഇവർ കൊടുക്കുകയാണെങ്കിൽ ഇവർക്ക് ജയിക്കാന്ന് അന്നും ഞാൻ പറഞ്ഞിരുന്നു. BJP കൊടുക്കുകയാണെങ്കിൽ അപ്പൊ ഓരോ നയങ്ങൾക്കനുസരിച്ചാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. ഈ നയം ഇവിടെ ഇപ്പൊ ഇവർക്കെതിരെ വരുന്നത് ധൂർത്തും ഇതൊക്കെയാണ്. പക്ഷെ എങ്ങനെയൊക്കെ വന്നാലും ഈ കാര്യങ്ങളൊക്കെ കടുംവെട്ടും ഇതൊക്കെ നമ്മൾ കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോഴും കണ്ടതാണ്. അതുകൊണ്ട് കോൺഗ്രസിനെ ഇവിടുത്തെ ജനങ്ങൾ എത്രത്തോളം ഉമ്മൻചാണ്ടിയുടെ സർക്കാരിനെ കണ്ട ജനങ്ങൾ കോൺഗ്രസിനെ എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യുന്നുള്ളത് നോക്കി കാണേണ്ടി വരും. വളരെ ആത്മവിശ്വാസത്തിലാണ് പിണറായി വിജയനും പാർട്ടിയും മൂന്നാമതെത്തും എന്നുള്ള അതേ ആവേശത്തിലാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും കോൺഗ്രസും BJP-യും ജാഗ്രതയോടുകൂടി പെരുമാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വിഷയമായി വീണ്ടും ചേരാം. നന്ദി, നമസ്കാരം.